ഹലോ, ഇന്ന് നമ്മൾ ബീഫ് റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 20 ചുമന്നുള്ളി, ഒരു 4-5 ചുമന്ന മുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇത്രയാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അടിച്ചു വയ്ക്കാം. ഞാനിതിൽ സവാളയോ തക്കാളിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വേറെ മസാലക്കൂട്ടുകൾ അധികം ഒന്നും ചേർക്കുന്നില്ല. എന്നാൽ സാധാരണ ബീഫ് റോസ്റ്റിനേക്കാളും വളരെ ടേസ്റ്റായിട്ട് നമുക്ക് തിന്നുകൊണ്ടേയിരിക്കാൻ തോന്നും. ആ ഒരു ടേസ്റ്റിനാണ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പം നമുക്ക് ഈ ഉള്ളിയും മുളകൊക്കെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചിയിൽ ബീഫിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും തിരുമ്മി പിടിപ്പിച്ച് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കുക്കറിൽ വിസിലടുപ്പിക്കാൻ വേണ്ടി ഇടാം. ഞാനിപ്പോൾ കല്ലുപ്പാണ് ഇട്ടേക്കണത്. ഇതിൽ മല്ലിപ്പൊടിയൊന്നും ചേർക്കണില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർക്കണുള്ളൂ. അപ്പം നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് വിസിലടുപ്പിക്കാൻ വയ്ക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. അധികം ചേരുവകളും ഒന്നും ആവശ്യമില്ല. നമ്മുടെ ബീഫ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ട് പറ്റിച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ കുക്കറിൽ തന്നെ വെച്ച് നമുക്ക് പറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ച് നമ്മൾ ആദ്യമേ തന്നെ തയ്യാറാക്കി വെച്ച ഉള്ളി, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്കമുളക് ഇത്രയും നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയും മുളകൊക്കെ നന്നായിട്ട് നല്ല ബ്രൗൺ കളറിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബീഫ് വേവിച്ച് വെച്ചത്, വെള്ളം പറ്റിച്ചത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. വെള്ളം നമുക്ക് മുഴുവൻ പറ്റിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ വല്ല കറികൾക്ക് എടുക്കണമെങ്കിൽ നമുക്ക് ആ വെള്ളം വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. അതല്ലെങ്കിൽ മുഴുവൻ പറ്റിച്ചെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് പറ്റിച്ച് ബാക്കിയുള്ളത് വേറെ കറിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഊറ്റി ബീഫ് മാത്രമായിട്ട് അരിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഉള്ളിയും മുളകിലും കിടന്ന് ബീഫ് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഇത് നമ്മൾ എത്ര നേരം വെളിച്ചെണ്ണയിൽ റോസ്റ്റ് ചെയ്യാനിടുന്നോ അതനുസരിച്ച് നമുക്ക് എത്ര ബ്രൗൺ കളറിൽ എന്തോരം റോസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അത്രയും നേരം ഇട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് കിട്ടും. അതല്ല നമുക്ക് അധികം നേരം റോസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മുടെ റോസ്റ്റ് ചെയ്യണ സമയം അനുസരിച്ചാണ് ഇത് നല്ല കുറച്ചും കൂടിയും ഹാർഡാക്കേണ്ടവർക്ക് ഹാർഡാക്കാം. അതല്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെള്ളം പറ്റിച്ച് നമുക്ക് എടുക്കുകയും ചെയ്യാം. നമുക്ക് ഒരുപാട് നാളത്തേക്ക് വയ്ക്കാനാണെങ്കിൽ നമുക്ക് കുറച്ചധികം നേരം ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് റോസ്റ്റ് ചെയ്ത് നല്ല ഹാർഡായിട്ട് എടുക്കാം. അതല്ല അധികം വയ്ക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഉള്ളി മുളക് മൂപ്പിച്ചതിലിട്ട് ജസ്റ്റ് ഒന്ന് വരട്ടി എടുക്കാം. അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നമുക്ക് മസാലപ്പൊടി വേണമെങ്കിൽ ഇടാം, അതല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.